ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിങ്ങനെ ബൈബിളൊക്കെ വായിക്കുമ്പോൾ വചനമൊക്കെ വായിക്കുമ്പോൾ ഒക്കെ ഒരു പക്ഷേ നിങ്ങൾ ഈ ചോദ്യം ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഞാനിങ്ങനെ വചനപ്രഘോഷണത്തിലൊക്കെ പോകുമ്പോൾ അത്ര ചിലരൊക്കെ പലപ്പോഴും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ചോദിക്കാനൊക്കെ സ്വാതന്ത്ര്യമുള്ളവരൊക്കെ ആണ്. അപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ എല്ലാ ദിവസമൊക്കെ ഇങ്ങനെ വചനം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ സുവിശേഷ പ്രഘോഷണമൊക്കെ നടത്തിയിട്ട് ബൈബിളൊക്കെ വായിച്ചിട്ട് എന്നാ എന്നാ കിട്ടാനാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മെയിൻലി ഇപ്പോൾ വചനപ്രഘോഷണത്തിന് പോകുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഓൺലൈനിൽ സംസാരിക്കുന്നു. ആ ചോദ്യങ്ങളെക്കാൾ അപ്പുറമായിട്ട് ഇപ്പം നമുക്കും ചിലപ്പോൾ തന്നെ തോന്നിയേക്കാം. എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ബൈബിളും കൊണ്ട് ഇപ്പം എന്നാ എന്നാ കാണിക്കാനാണ്, ബൈബിൾ വായിച്ചിട്ടെന്നാ, വേറെ വല്ല പുസ്തകങ്ങളൊക്കെ വായിക്കത്തില്ലേ, എന്തോരം പുസ്തകങ്ങളുണ്ട്, അച്ഛൻ്റെ കയ്യിൽ കുറേ പുസ്തകങ്ങളുണ്ട്, കുറേ ഉണ്ട്, എൻ്റെ കയ്യിലും ഉണ്ട്, ഇതൊരു ചെറിയ ചെറിയ ഷെൽഫ് മാത്രമാണ്. അപ്പോൾ നമുക്ക് എല്ലാ പുസ്തകങ്ങളിൽ നിന്ന് ഒത്തിരി അറിവ് കിട്ടും, കുറേ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും, ലോകത്തെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ച്, ജീവിതങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും, വായിക്കാൻ പറ്റും, ഒത്തിരി അറിവൊക്കെ നമുക്ക് കിട്ടും. സത്യമാണ് അല്ലേ? നിങ്ങളുടെയൊക്കെ കയ്യിൽ എന്തായാലും തീർച്ചയായിട്ടും ഒത്തിരി പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും, വായിക്കുന്നുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഫേസ്ബുക്കിൽ വരുന്ന എങ്കിലും വായിക്കുന്നുണ്ടാവുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളോട് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, ഇപ്പം ഈ ബൈബിൾ വായിച്ചിട്ട് എന്നാ കിട്ടാനാണ്. ഈശോയെ നന്നായിട്ട് സ്നേഹിക്കുന്ന, വചനം മുറുകെ പിടിക്കുന്നവർക്ക് ഈ ചോദ്യം വളരെ ബാലിശമായിട്ടൊരു കുഞ്ഞ് സില്ലി ക്വസ്റ്റൻ ആയിട്ട് തോന്നും. പക്ഷേ ഈ ചോദ്യം നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ ദിവസവും നമ്മളിപ്പോൾ രാവിലെ വചനം കേൾക്കുന്നു, വചനം വായിക്കുന്നു, വൈകിട്ട് വചനം വായിച്ച് പ്രാർത്ഥിച്ച് കേട്ട് കിടന്നുറങ്ങുന്നു. ഈ വചനമൊക്കെ വായിച്ചിട്ട് എന്നാ കിട്ടാനാണ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥം തന്നെ നമ്മുടെ മുമ്പിൽ ഒരു ഉത്തരം തരുന്നുണ്ട്. പുതിയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം, ബൈബിളിലെ അവസാനത്തെ പുസ്തകം, വെളിപാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക വചനം നമ്മളോട് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്: ഈ വചനം വായിച്ചാൽ നമ്മൾ അനുഗ്രഹീതരാകുമെന്ന് പറയുക. പക്ഷെ വെറുതെ വായിക്കുക മാത്രമല്ല, നമ്മളോടിപ്പോൾ ആളുകൾ ചോദിച്ചാൽ, അതായത് ഈ വചനം വായിച്ച് കേട്ടിട്ട് എന്ത് അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായി എന്ന് ചോദിച്ചാൽ, വായിച്ചിട്ടോ കേട്ടിട്ടോ അല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് വെളിപാട് ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഈ വചനം നിങ്ങൾ അനുസരിച്ചാൽ ആണ് കൂടുതൽ അനുഗ്രഹം. എനിക്കും വായിക്കാം, നിങ്ങൾക്കും വായിക്കാം, എനിക്കും പ്രസംഗിക്കാം, നിങ്ങൾക്കും പ്രസംഗിക്കാം. പക്ഷെ അനുഗ്രഹം വരുന്നത് എവിടെയാണെന്നറിയോ? വചനം അനുസരിക്കുന്നവർക്കാണ്. അപ്പോസ്തല പ്രവർത്തനം 5:32 നമ്മൾ വായിക്കുന്നില്ലേ, ദൈവം ആർക്കാണ് പരിശുദ്ധാത്മാവിനെ നൽകുക? പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് ദൈവത്തിന്റെ വചനം വാക്ക് അനുസരിക്കുന്നവർക്കാണ്. വെളിപാട് 1:3 ഒന്ന് എടുക്കാവോ? അവിടെ ഇങ്ങനെയാ കൊടുത്തേക്കുക: ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. അച്ഛനിപ്പോൾ ഇത് വായിച്ചു, അനുഗ്രഹം കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാനിത് വായിച്ചത് നിങ്ങൾ കേട്ടു, അനുഗ്രഹം കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാനും നിങ്ങളും ബ്ലെസ്ഡ് ആവണമെങ്കിൽ, അനുഗ്രഹീതരാവണമെങ്കിൽ എന്ത് ചെയ്യണം? 3-ാമത്തെ ഒരു കണ്ടീഷനാണ്, ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുകയും ചെയ്യുന്നവരാണ് അനുഗ്രഹീതർ. സോ വായിച്ചിട്ട് എന്ത് കിട്ടാനാ? നമുക്ക് ഉത്തരം അറിയില്ല. കേട്ടിട്ട് എന്ത് കിട്ടാനാ? ഉത്തരം അറിയില്ല. പക്ഷെ ഉത്തരം അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതും ഞാനും നിങ്ങളും ബ്ലെസ്ഡ് ആവുന്നത് എപ്പോഴാണ്? നമ്മുടെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം തന്നെ എന്തോരം വചനങ്ങൾ നമ്മൾ കേൾക്കുന്നു, ഷെയർ ചെയ്ത് നമ്മുടെ അടുത്തേക്ക് എത്തുന്നു. വായിച്ചാൽ മാത്രം പോരാ, കേട്ടാൽ മാത്രം പോരാ, ഷെയർ ചെയ്താൽ മാത്രം പോരാ. അനുഗ്രഹം സംഭവിക്കുന്നത് ഓരോ ദൈവമക്കളും നമ്മളെല്ലാവരും ഈ വചനം അനുസരിക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് നമ്മൾ നോമ്പുകാലത്തിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. ഈശോ ഏറ്റവും കൂടുതൽ നമ്മളിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വചനം കേൾക്കുക, പറയുക, പഠിക്കുക എന്നുള്ളതല്ല, വചനം അനുസരിക്കുക. ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കാൻ സഹായിക്കട്ടെ കർത്താവിൻ്റെ ഈ ശുശ്രൂഷകളൊക്കെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് അത് കൂടുതൽ സഹായമാവട്ടെ, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കിത് കൂടുതൽ അനുഗ്രഹമാവട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് ഈശോയുടെ വചനത്തെ മുറുകെ പിടിച്ചത് പാലിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പരിശ്രമിച്ച് മുന്നോട്ട് പോകാം. ഈശോയുടെ അനുഗ്രഹം നിങ്ങളെ ഈ രാത്രി ശാന്തമാക്കട്ടെ. വളരെ വളരെ ശാന്തതയോടെ കടന്നുറങ്ങുക. ഈശോയുടെ വചനം നിങ്ങൾക്ക് തുണയാവട്ടെ. കർത്താവേ, നിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇതുവരെ കേട്ടിട്ടുള്ള എല്ലാ വചനവും ഇവർക്ക് ശക്തിയായി മാറട്ടെ. കേൾക്കുന്ന ഓരോ വചനവും പാലിക്കാൻ, വിശ്വസിക്കാൻ കൃപ ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.